അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ അല്ലാഹു പറയുന്നത്, യബ്ന ആദം, ആദമിന്റെ പുത്ര, അല്ലയോ മനുഷ്യ, മരിത്തു ഫലം തൗജിനി, എനിക്ക് രോഗം വന്നു, നീ എന്നെ കാണാൻ വന്നില്ല. ഖാല, അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബി കൈഫ അഊദുക, റബ്ബേ എങ്ങനെയാണ് ഞാൻ നിന്നെ സന്ദർശിക്കുക? വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലയോ? ഇത് പരലോകത്ത് വെച്ച് അല്ലാഹു വിചാരണ സമയത്ത് മനുഷ്യനോട് പറയുന്ന കാര്യമാണെന്നാണ്. അല്ലയോ മനുഷ്യ, എനിക്ക് അസുഖം വന്നു, നീ എന്നെ കാണാൻ വന്നില്ല. സ്വാഭാവികമായി മനുഷ്യൻ ചോദിക്കുമല്ലോ, റബ്ബുൽ ആലമീനായ അല്ലാഹു, നിനക്ക് അസുഖം ഉണ്ടാവുകയോ, എന്നിട്ട് ഞാൻ കാണാൻ വരികയോ? അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, അമാ അലിംത അന്ന അബ്ദി ഫുലാന മരിദ ഫലം തഉദു, നിനക്കറിയാമായിരുന്നില്ലേ എന്റെ അടിമ ഇന്ന മനുഷ്യൻ അസുഖമായി കിടന്നു, എന്നിട്ട് നീ അദ്ദേഹത്തെ സന്ദർശിച്ചില്ല. അമാ അലിംത, നിനക്കറിവില്ലേ അന്നക ലൗ ഉർതഹു ലവജദ്തനി ഇൻദഹു, നിനക്കറിയില്ലേ നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാൻ കഴിയുമായിരുന്നു എന്ന്. ഇത് വളരെ മനോഹരമായ ഒരു അധ്യാപനമാണ്. ഒരു ചിത്രീകരണവും ഉണ്ടതിൽ. ഉറപ്പല്ലേ അള്ളാഹുവിന് രോഗം വരില്ല, അള്ളാഹുവിന് രോഗം വന്നിട്ട് നമ്മൾ കാണാൻ പോകേണ്ട പ്രശ്നവുമില്ല. പക്ഷെ അള്ളാഹു പറയുന്നത്, എനിക്ക് രോഗം വന്നു, നീ കാണാൻ വന്നില്ല. അപ്പൊ ഒരു പാഠം പഠിപ്പിക്കാൻ, അതാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനമായിരിക്കും, വചനത്തിന്റെ ശൈലിയായിരിക്കും, പറഞ്ഞു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആശയം ഇതാണ്, നമ്മളൊരാൾ സുഖമില്ലാതെ കിടന്ന് കാണാൻ ചെന്നാൽ നമുക്കവിടെ അള്ളാഹുവിനെ കാണാൻ കഴിയുമായിരുന്നു എന്നും, സുഖമില്ലാത്ത ഒരാളെ കാണാൻ പോകാത്തത് നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ പോകാത്തതിന് തുല്യമാണ് എന്നുമാണ്. അപ്പൊ അസുഖമായി കിടക്കുന്ന ആളുകളെ പോയി കാണുക എന്നത് വലിയ ഒരു പുണ്യമാണെന്നും ഒരു ബാധ്യതയാണെന്നുമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം രണ്ട് കാര്യം കൂടി പറയുന്നുണ്ട്. യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, എനിക്ക് വിശന്നു, ഞാൻ ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അപ്പോഴും മനുഷ്യൻ ചോദിക്കും, അല്ലാഹുവേ റബ്ബുൽ ആലമീനായ നിനക്ക് ശക്തിയോ, ഞാൻ നിനക്ക് ഭക്ഷണം തരികയോ, അതെങ്ങനെയാണ്? അപ്പൊ അല്ലാഹു പറയും, എന്റെ അടിമ ഇന്നയാൾ വിശന്നിരുന്നു, ഭക്ഷണം ചോദിച്ചിരുന്നു, എന്നിട്ട് നീ അവന് ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു. മൂന്നാമത്തെ വിഷയം, എന്റെ അടിമ ഇന്നയാൾ, അയാൾ ദാഹിച്ചിരുന്നു, വെള്ളം ഉണ്ടായിരുന്നില്ല കുടിക്കാൻ, അദ്ദേഹം വെള്ളം ചോദിച്ചു, നീ വെള്ളം കൊടുത്തില്ല. നീ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന്. അപ്പൊ ഇതിൽ ഒന്നാമതായി പറഞ്ഞ രോഗികളെ സന്ദർശിക്കുകയും, സന്ദർശനം വെറുതെ അല്ലല്ലോ, ആശ്വസിപ്പിക്കുകയും ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും എന്ന്, പാപമോചനത്തിന് പ്രാർത്ഥിക്കുമെന്ന്. ഒരാൾ വൈകുന്നേരം ഒരു സുഖമില്ലാത്ത ആളെ സന്ദർശിച്ചാൽ നേരം പുലരുന്നത് വരെയും അയാൾക്ക് വേണ്ടി 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന്. ഇത് ഒരു സാമൂഹിക സുരക്ഷ എന്ന നിലയിൽ ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ്. രോഗം ആർക്കും വരും, മരണവും സംഭവിക്കും. ചിലർ രോഗം വരാതെ മരിക്കും, ചിലർ രോഗം വന്ന് മരിക്കും. രോഗം വന്ന് തന്നെ വളരെ പ്രയാസപ്പെട്ട ആളുകൾ മരണപ്പെടും. ഇവിടെ ഒരാൾക്ക് അയാളുടെ കുടുംബം മാത്രം മതിയാവില്ല, ഒരാൾക്ക് അയാളുടെ മക്കൾ മാത്രം മതിയാവില്ല, ഒരാൾക്ക് അയാളുടെ ഭാര്യയോ ഭർത്താവോ മാത്രം മതിയാവില്ല. അവിടെയാണ് തക്കാഫുലിൽ ഇജ്തിമാഇ എന്ന വലിയൊരാശയമുണ്ട്. സാമൂഹിക സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റക്കല്ല എന്ന ഒരു ബോധം
വിഷമിക്കുന്ന മനുഷ്യർക്കുണ്ടാകണം. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ സമൂഹമുണ്ട്, എന്റെ കൂടെ ബന്ധുക്കളുണ്ട്, എന്റെ കൂടെ നാട്ടുകാരുണ്ട് എന്നത്. ഇന്ന് ആളുകൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം മാറാവ്യാധികൾ പിടിപെടുമ്പോഴാണ്. അതുപോലെ തന്നെ ദീർഘകാല ചികിത്സ ആവശ്യമായി വരുന്ന രോഗങ്ങൾ പിടിപെടുമ്പോഴാണ്. ആ സമയത്ത് അയാൾ മാത്രമല്ല, അയാളുടെ വീട്ടുകാർ മാത്രമല്ല, അയാളുടെ ബന്ധുക്കൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ കഷ്ടപ്പെടും, ഒരുപാട് ആളുകളുടെ സഹായവും ആവശ്യമുണ്ടാകും. എല്ലാവരും റിസർച്ച് നടക്കുകയാണല്ലോ. ഈ ഒരു സാമൂഹിക പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നതിന് ഒരു 10-20 വർഷക്കാലമായിട്ടേ ഉള്ളൂ വലിയ പഠനങ്ങളും ചിന്തകളും റിസർച്ചുകളും ഒക്കെ നടന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നേരത്തെ അത് വന്നിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തും ഉണ്ടായി. എന്താണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ? ഇന്ന് ഈ വിഷയം പറയുന്നത് ഈ 15-ാം തീയതി ജനുവരി 15 എല്ലാ വർഷവും കേരളത്തിൽ പാലിയേറ്റീവ് ദിനമായി ആചരിക്കുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ അത് ഒക്ടോബർ മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. അപ്പൊ ഈ ഒരു ദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം നൽകുക എന്നതാണ്. അതിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മലപ്പുറം ജില്ലയിലാണ് ആദ്യം പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ഫ്രീ ആയി അതിന് സേവനം ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ഹോം കെയർ ഒക്കെ ആരംഭിച്ചത് എന്നാണ്. ഒരു വലിയ വിശകലനായിരുന്ന ഡോക്ടർ കെ അബ്ദുറഹ്മാന്റെ പഠനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൽ നിന്നാണ് അതുണ്ടായിരുന്നത്. അദ്ദേഹം 2 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അതായത് മഞ്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച ആ പാലിയേറ്റീവ് കെയർ എന്ന പ്രസ്ഥാനം യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ആളുകൾ ഇത്തരം രോഗികളെ പോയി കാണുകയും ശുശ്രൂഷിക്കുകയും മുറിവുകൾ വെച്ച് കെട്ടിക്കൊടുക്കുകയും അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഒരു വെളിച്ചം കിട്ടുകയാണ്. ഈ രോഗികൾക്ക് ആരും നോക്കാൻ വരാതെ, സമയത്തിന് കുളിക്കാതെ, വസ്ത്രങ്ങൾ മാറാതെ, പലപ്പോഴും നോക്കാൻ കുട്ടികൾക്ക് സൗകര്യപ്പെടാതെ, കുട്ടികളും വേറെ എവിടെയെങ്കിലും ജോലിയിലൊക്കെ ആയിട്ട് അങ്ങനെ കഷ്ടപ്പെടുമ്പോഴാണ് ഈ ആളുകൾ, ചില ആളുകളൊക്കെ ഇവരോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ മാലാഖമാരാണെന്നാണ്. അത്രത്തോളം അവർക്ക് ആശ്വാസം നൽകുന്നുവെന്നാണ്. പിന്നീട് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോക്ടർ സുരേഷ് കുമാറാണ് ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തത്. അദ്ദേഹം ഇന്നും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഈ പാലിയേറ്റീവ് മെഡിസിൻ എന്ന പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെസ്റ്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു വലിയ സ്ഥാപനമുണ്ട്. അവിടെയും ഇതാണ് രോഗികളെ ശുശ്രൂഷിക്കുവാൻ ആളുകളെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ്. ഇത് പഠിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരുപാട് കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിൽ തന്നെ മെഡിക്കൽ കോളേജുകളിലും കോഴിക്കോട് സിറ്റിയിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെ ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ടത് പ്രധാനമായി 3 കാര്യങ്ങളാണ് ഈ പ്രസ്ഥാനം ആളുകളിലേക്ക് എത്തിക്കുന്നത്. വിശദമായി പറയുമ്പോൾ കുറെ കാര്യങ്ങളുണ്ടാവും. ഒന്ന്, രോഗിക്ക് ശുഭപ്രതീക്ഷ നൽകുക എന്നതാണ്. രോഗിക്ക് ശുഭപ്രതീക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ ഒരു രോഗം വരുമ്പോഴേക്കും ആള് ആകെ അസ്വസ്ഥനായി, ോട് ഒരു തരം നൈരാശ്യമുണ്ടായി, പലപ്പോഴും വിജയം പോലും കുറ്റം പറഞ്ഞ് കുടുംബത്തോടൊക്കെ ദേഷ്യം പിടിച്ച് അങ്ങനെ പോകുന്ന ആളുകൾ. അങ്ങനെയല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഉണ്ടാകും. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ പ്ലാൻ പോലെ അല്ല വരിക. അതുകൊണ്ട് നമ്മളിത് സഹിക്കണം, നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് പഠിപ്പിച്ചെടുക്കേണ്ടത് എന്നതാണ്. അത് പഠിപ്പിച്ചെടുക്കാൻ നമുക്കൊരെളുപ്പമുണ്ട്, വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക്. കാരണം പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം പിടിപെട്ട് കിടക്കുന്ന ആളുകളുടെ പാപം പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ അശ്ശൗകത യശാഖുഹാ ഇല്ലാ കഫറ അല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഒരു മുസ്ലിമായ മനുഷ്യനെ അയാളെ ബാധിക്കുന്ന രോഗം, വിഷമം, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും അല്ലാഹു തആല അയാൾക്ക് പാപമോചനത്തിന് കാരണമാക്കി കൊടുക്കുന്ന.
അത് അവനെ നമ്മൾ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ ഖദർ ഖദാൽ വിശ്വസിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ ശുഭപ്രതീക്ഷ, ഈ രോഗം മൂലം എനിക്ക് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ അല എന്ന ഒരു മഹദി സഹാബ വനിത അസുഖമായപ്പോൾ കാണാൻ പോയി. അവർ രോഗത്തിന്റെ കാഠിന്യവും പ്രയാസവും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിരി യാ ഉമ്മുൽ അല, ഉമ്മുൽ അല, സന്തോഷിച്ചുകൊള്ളുക. ഫഇന്ന മർദൽ മുസ്ലിമി യുദ്ഹിബുല്ലാഹു ബിഹി ഖതായാ. ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന രോഗം അല്ലാഹു തആല അതുകൊണ്ട് അവന്റെ പാപം ഇല്ലാതെയാണ്. കമാ തുദ്ഹിബുൻ നാറു ഖബത ദഹബി വൽ ഫിദ്ദ. വെള്ളിയും സ്വർണവും വെള്ളിയും ഒക്കെ തീയിൽ വെച്ച് കാച്ചിയെടുത്ത് അതിലുള്ള കീടങ്ങൾ മറ്റു വസ്തുക്കൾ പോക്കി ശുദ്ധീകരിക്കും പോലെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു തആല രോഗങ്ങൾ കൊണ്ട് മാറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്കുകളായി ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹുവിനെ കുറിച്ച്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് മാർഗദർശനം ചെയ്യുകയും ചെയ്ത അല്ലാഹ്. വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്ന അല്ലാഹ്. വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തി തരുന്ന അല്ലാഹ്. ആ ഒരു യഖീൻ, വിശ്വാസം നമ്മൾ രോഗികളെ വളർത്തിയെടുക്കുകയും രോഗികൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണം. മറ്റൊന്ന്, ഇങ്ങനെ കിടപ്പ് രോഗികളായി പോയ അല്ലെങ്കിൽ ദീർഘകാലം ചികിത്സ ആവശ്യം വരുന്ന രോഗിയുടെ കുടുംബാംഗങ്ങളെ ഇതിന് വേണ്ടി സജ്ജമാക്കേണ്ടതുണ്ട്. ബന്ധുക്കളെയും കുടുംബക്കാരെയും ഈ സാഹചര്യത്തോട് സമരസങ്ങൾക്ക് പോവാൻ, എന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഉത്തരവാദിത്തമായി, ഒരു പുണ്യകർമ്മമായി ഈ സുഖമില്ലാത്ത ആളെ ശുശ്രൂഷിക്കാൻ കഴിയണം. അപ്പൊ വാപ്പ സുഖമില്ലാതെ കഷ്ടപ്പെട്ടാൽ മക്കൾ ആ വാപ്പയെ ശുശ്രൂഷിക്കുന്നത് അല്ലാഹു നൽകിയ ഒരു അവസരമായി കാണാം. വിനകൾക്ക്, ഭാര്യയ്ക്കോ ഭർത്താവിനോ അസുഖമായി കഷ്ടപ്പെട്ടാൽ അവർ പരസ്പരം സഹായിക്കുവാനുള്ള അത് അല്ലാഹു നൽകിയ ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ. അപ്പൊ നമ്മൾ വെറുതെ വിചാരിക്കേണ്ട, ഒരാള് സുഖമില്ല, നമ്മുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ശല്യമായി എന്ന് വിചാരിക്കരുത്. ഒരു അവസരമായി നമുക്കൊരു പുണ്യം ചെയ്യാൻ അല്ലാഹു തആല നൽകിയ ഒരു അവസരമായി നമ്മൾ അതിനെ കാണണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വേദന ഇല്ലാതാക്കലാണ്. അതിന് വൈദ്യശാസ്ത്രം നൽകുന്ന മരുന്ന് കൊടുക്കലാണ്. വേദന ശമിപ്പിക്കലല്ലാതെ ഇനി വേറെ യാതൊന്നും ചെയ്യാനില്ല എന്നാണെങ്കിൽ ആ വേദന ഇല്ലാതാക്കാനുള്ള ഔഷധങ്ങൾ നൽകി രോഗിക്ക് ആശ്വാസം നൽകുക എന്നത് അനിവാര്യമാണ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ പറയണം. അവരുടെ അടുത്തുനിന്ന് അവർക്ക് പ്രയാസമുണ്ടാകുന്ന വാക്ക് പറയാതിരിക്കണം. വിവരക്കുറവ് കൊണ്ടോ വേണ്ടത്ര ചിന്തിക്കാതെയോ ചില ആളുകൾ രോഗിയെ സന്ദർശിച്ചാൽ അയാളുടെ രോഗത്തിന്റെ റിപ്പോർട്ട് എടുത്തു നോക്കും, മരുന്ന് നോക്കും, എന്നിട്ട് ഈ രോഗത്തിന്റെ കാഠിന്യം വിശദീകരിക്കും. ചില ആളുകൾ ഈ രോഗം പിടിച്ച് മരിച്ചുപോയ ആളുകളെ കഥ പറയും. അതൊന്നും പാടില്ല. ഈ അസുഖം അത്ര പ്രശ്നമുള്ളതല്ല, നിങ്ങൾ ക്ഷമിക്കേ, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇതിലും വലിയ അസുഖങ്ങളൊക്കെ മാറിയിട്ടില്ലേ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ എന്ന് പറഞ്ഞ് രോഗിക്ക് ആശ്വാസം നൽകുക എന്നതാണ്. രോഗിയെ സന്ദർശിക്കേണ്ടതിന്റെ മര്യാദകൾ ഒരുപാട് കിതാബുകളിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ രോഗിയായി ഇത് വന്നാൽ ഇനി അയാൾക്ക് ഒരു വിശ്രമമില്ലാത്ത വിധത്തിൽ എല്ലാ നേരവും ആളുകൾ സന്ദർശിക്കുക അത് ശല്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന നേരത്ത് സന്ദർശനം ശല്യമാണ്. അപ്പൊ രോഗിക്ക് ആശ്വാസമാകുന്ന ഇടവേളകൾ കണ്ട് സമയം വെച്ച് വേണം രോഗിയെ നമ്മൾ സന്ദർശിക്കുന്നത്. രോഗി സന്ദർശനം അത് ആർക്ക് രോഗം വന്നാൽ നമ്മൾ സന്ദർശിക്കണം. കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്, നമുക്ക് പരിചയമുള്ള ആൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശുശ്രൂഷിക്കുന്ന ഒരു യുവാവുണ്ടായി. ആ യുവാവ് മുസ്ലിമായിരുന്നില്ല, യഹൂദിയായിരുന്നു. കാന ഗുലാം യഹൂദിയും യഹ്ദിമുൻ നബിയ.
നബിക്ക് സേവനം ചെയ്ത് സഹായം ചെയ്ത ഒരു ജൂതനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇപ്പൊ മരുവ, അവന് രോഗം വന്നു. അപ്പൊ അതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സന്ദർശിക്കാൻ ചെന്നു. അപ്പൊ എന്നിട്ട് ആ രോഗിയായി കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ തലയിലാണെത്തിയിരുന്നു. എന്നിട്ട് അവനോട് അവന് സാന്ത്വനം നൽകുന്ന വാക്കുകൾ പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ പല പ്രാർത്ഥനകളും നടത്താറുണ്ട്. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അല്ലാഹുമ്മ ശ്ഫി, അല്ലാഹുവേ നീ സുഖപ്പെടുത്തിക്കൊടുക്കും. അൻത ഷാഫി, നീയാണ് സുഖപ്പെടുത്തിക്കൊടുക്കുന്നത്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നീ സുഖപ്പെടുത്തിയാലല്ലാതെ സുഖമാവില്ല. ഷിഫാ ലാ യുഗാദിറു സഖ്മ, ഒരു രോഗത്തെയും അവശേഷിക്കാത്ത വിധം നീ ഇയാൾക്ക് സുഖം നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ നമ്മളും രോഗികളെ പോയി കാണുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് ആശ്വാസം നൽകണം, അവർക്ക് ശുഭപ്രതീക്ഷ നൽകണം. പിന്നെ രോഗികളാകുന്ന നമ്മൾ, അത് നമ്മുടെ ആർക്കും രോഗം വരാം, എനിക്ക് രോഗം വരാം, നമുക്കൊക്കെ രോഗം വരാം. നമ്മളും രോഗമായി കിടക്കുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സഹോദരങ്ങളുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർ ഓരോരുത്തർക്കും അവരുടേതായ ഒരുപാട് പണികളുണ്ട്. ഇല്ലേ? ഇപ്പൊ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമോ? ജോലിക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? തൊഴിൽ ചെയ്യുന്ന ഒരാൾക്ക് തൊഴിൽ പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ രോഗിയായി കിടക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? രോഗം വന്നാൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ രോഗാവസ്ഥയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എല്ലാത്തിനോടും വെറുപ്പ് വരും, എല്ലാവരോടും ദേഷ്യം വരും, എല്ലാ കാര്യങ്ങളും മതി എന്ന് തോന്നും. ചില ആളുകളെങ്കിലും ഇങ്ങനെ ജീവിച്ചിട്ടെന്താണ് എന്ന് പോലും ചിന്തിച്ചു പോകും. അങ്ങനെയൊന്നുമല്ല വേണ്ടത്. ഈ പാലിയേറ്റീവ് എന്ന് പറയുന്ന വാക്ക് തന്നെ അതൊരു ലാറ്റിൻ പദമാണ്. പാലിയേറ്റീവ്, അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം. പാലിയർ എന്ന വാക്കിന്റെ അർത്ഥം, അതിൽ നിന്നാണ് ഈ പാലിയേറ്റീവ് ഉണ്ടായത്. പുതക്കുക അല്ലെങ്കിൽ മൂടുക എന്നാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ആശ്വാസം, സമാശ്വാസം, ഒരു സ്നേഹസ്പർശം അത് കിട്ടുക എന്നതാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ രോഗചികിത്സയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇന്ന് രോഗചികിത്സ വളരെ ചെലവ് വരുന്നൊരു സംഗതിയാണ്. അപ്പൊ രോഗചികിത്സക്ക് നാം നമ്മുടെ കഴിവിനനുസരിച്ച് പ്ലാൻ ചെയ്യാതെ നിവൃത്തിയില്ല. ഞാൻ നോക്കൂ, നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയുണ്ട്, നല്ല ഡോക്ടർമാരും നല്ല എക്യുപ്മെന്റ്സുമുണ്ട്. ചില ടെസ്റ്റുകളും ചില മരുന്നുകളും ലഭ്യമല്ലെങ്കിലും നാം സർക്കാർ ആശുപത്രിയെ സമീപിക്കുകയാണ് കഴിവില്ലാത്ത ആളുകൾ ചെയ്യേണ്ടത്. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണോ? ഇപ്പൊ 30 രൂപക്ക് ഉച്ചഭക്ഷണം കിട്ടും, 300 രൂപക്ക് ഉച്ചഭക്ഷണം കിട്ടും. വിശക്കുന്ന ഒരു മനുഷ്യൻ പണമില്ലെങ്കിൽ അയാൾ 30 രൂപയുടെ ഭക്ഷണം കഴിച്ചാൽ മതി. അതിന് നമ്മൾ അയാളെ സഹായിച്ചാലും മതി. ഇതുപോലെ ചികിത്സക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സന്തോഷവും സുഖവും എന്നതിലേറെ ഈ രോഗിക്ക് നല്ല ചികിത്സ കിട്ടാൻ നമ്മുടെ സർക്കാരിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും സഹായങ്ങൾ കൂടി ലഭിക്കുന്ന വിധത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഭയങ്കര കഷ്ടപ്പാട് വരും, കടം വരും, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മൾ രോഗം പിടിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലുമാവുക, അവർക്ക് പണം നൽകുക, അവർക്ക് ആവശ്യമായ ശാരീരികമായ സേവനങ്ങൾ വോളണ്ടിയർ സർവീസ് ചെയ്തു കൊടുക്കുക. അതിനൊക്കെ ഇപ്പോൾ എല്ലാ നാട്ടിലും, എല്ലാ ഗ്രാമത്തിലും, എല്ലാ മഹലിലും, പഞ്ചായത്തിലും, കോർപ്പറേഷനിലും ഒക്കെ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഏതാണ് നമുക്ക് സാധിക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. ചിലർക്ക് പണം കൊടുക്കാൻ കഴിയും, ചിലർക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയും, ചില ആളുകൾക്ക് ശാരീരികമായി വോളണ്ടിയറായി സേവനം ചെയ്യാൻ കഴിയും, ചിലർക്ക് മരുന്ന് സ്പോൺസർ ചെയ്യാൻ കഴിയും, പലരും ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം എന്ന് കൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ.
റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളെ രോഗങ്ങളെ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരണം. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മോക്ഷപ്രദം നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك تجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.